ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് എല്ലാവരും ഇരിക്കേ. മക്കളെ ആരും ടെക്സ്റ്റിംഗ് ഒന്ന് തന്നെ. എനിക്കും എന്റെ ബാഗ് ടെക്സ്റ്റിംഗ് എടുത്താണ്. എന്താണ് എല്ലാരും പറഞ്ഞു നിൽക്കുന്നേ? ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്താലാ? ഒന്നുമില്ല ടീച്ചർ, ടീച്ചറെ കണ്ട ബഹുമാനത്തിൽ ഞങ്ങൾ അങ്ങനെ നിൽക്കുന്നതാ. എന്തോ ഉടായ്മ മണക്കുന്നുണ്ടല്ലോ. എന്താണ് കാര്യം? കാര്യമൊന്നുമില്ല ടീച്ചർ, ഞങ്ങൾ നല്ല പഠിക്കുന്ന കുട്ടികളായോണ്ട് നല്ല ബഹുമാനത്തിൽ ഇരിക്കുന്നതാ. എന്നാടി പെണ്ണെ എടുത്ത് കൊടുക്ക് ടീച്ചറിന്റെ അടുത്ത്. സൽമാനെ ഈ ടെക്സ്റ്റ് ടീച്ചറിനൊന്ന് കൊടുത്താടാ. താങ്ക് യു. എന്തെങ്കിലും എക്സാം എന്തെങ്കിലും പറഞ്ഞിരുന്നു മക്കളെ? എനിക്കൊരു ഓർമ്മയില്ല. കാരണം 2-3 ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടേ ഏത് ക്ലാസ്സിലാണ് പറഞ്ഞതെന്ന് എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ഞാൻ നിങ്ങൾ എക്സാം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല ടീച്ചർ, എക്സാം ഒന്നും പറഞ്ഞിരുന്നില്ല. നാളെ 5th ചാപ്റ്റർ എല്ലാവരും പഠിച്ചോണ്ടോ നാളെ എക്സാം ഇടും കേട്ടോ. നാളെ ഒരു ലീവ് എടുത്താലോടി? ശരിയാ, നാളെ നമുക്ക് ലീവ് എടുത്താലോ? നീ രാവിലെ എന്റെ വീട്ടിലേക്ക് വാ, നമുക്കിവിടെ മാമ്പഴം പറിച്ച് കളിക്കാം. നീ രാവിലെ വീട്ടിലേക്ക് വാ, നമുക്ക് നാളെ ക്ലാസ് കട്ട് ചെയ്താലോ? എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ മാമ്പഴം കാഴ്ച കിടക്കുന്നുണ്ട്. നമുക്ക് പറിച്ച് തിന്നാടാ, രസിച്ച് കളിക്കാടി നാളെ. നിങ്ങൾ വാണ്ടയിലേക്ക് എന്റെ അടുത്ത് കൂടെ പറയണം. എനിക്കിവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും വയ്യ. ഒന്നാലും ചെറുക്കന്റെ വായിന്ന് കൊട്ടതും കൂടെ. ടീച്ചർ, ഇവളെന്നാത്തിനാ ടീച്ചറിനെ കിടന്ന് വിളിക്കുന്നേ? എന്തായിരുതി ടീച്ചർ? ഇന്നലെ ഇവർക്ക് എല്ലാവർക്കും എംപോസിഷൻ കൊടുത്തായിരുന്നു. പെട്ടെന്ന് നമ്മൾ പെട്ട്. ആണോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരെന്താ പറയട്ടെ? എന്റെ ദൈവമേ, എടി പോത്തു ഓക്കിട്ട് നുള്ളു ചൂടടി. എംപോസിഷൻ കൊണ്ടുവന്നേ. ഇതൊക്കെ പറഞ്ഞാണ് കൊണ്ട് തരാനുള്ളത്. കൊണ്ട് തന്നോടെ പിള്ളേരെ നിങ്ങൾക്ക്. ഇതിന് എഴുതിയെങ്കിലല്ലേ തരോളൂ ടീച്ചറെ. ഇതെന്താടോ എല്ലാരും എന്താ കണ്ടുപിടിച്ച് നിൽക്കുന്നേ? ടീച്ചർ, ഞാൻ എഴുതി ടീച്ചർ, പക്ഷെ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. വീട്ടിൽ നിന്ന് എടുക്കാൻ പോയി, കാട്ടിൽ നിന്ന് എടുക്കാൻ പോയി എന്നൊന്നും ഇവിടെ പറയണ്ട. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല എനിക്ക്. ഇപ്പൊ എനിക്ക് ഇവിടെ എംപോസിഷൻ കിട്ടണം. ദൈവമേ, നിങ്ങളൊക്കെ അമ്മമാരെ ഞാൻ ഇപ്പൊ വിളിക്കും ഫോൺ ചെയ്ത്. മര്യാദയ്ക്ക് എംപോസിഷൻ ഇവിടെ കൊണ്ട് വന്നോ? എന്താ ആരും ഒന്നും എഴുതിയില്ലേ? അണ്ണാ പേപ്പർ എടുത്തോണ്ടോ? ടീച്ചർ, ഞങ്ങൾ ആരും എഴുതിയില്ല ടീച്ചർ. നീ എന്നാത്തിനാണോ രാവിലെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്ന എല്ലാം കൂടാ? ദൈവമേ, ആ മുട്ടയമ്മല് റെഡിയായി സാറ് വന്ന് വിളിച്ച് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോവായിരുന്നു. ശരിയാ, 9:45 നിന്ന് മുട്ടയമ്മലും തരാത്ത നമുക്ക്. ചിത്രയ്ക്ക് എന്താ വർത്താനം അത്രേ? ഗുഡ് മോർണിംഗ് ടീച്ചറെ. ഗുഡ് മോർണിംഗ് സാർ. ടീച്ചറെ, ഈ പിള്ളേരൊന്ന് മുട്ടയും പാലും കുടിക്കാൻ അങ്ങോട്ട് വിട്ടേണേ ടീച്ചറെ. ഇപ്പൊ തിരക്ക് ഒഴിഞ്ഞു നിൽക്കുക. ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ ഹൈസ്കൂളിലെ പിള്ളേരെല്ലാം ഒന്ന് കയറിക്കളയും. രക്ഷപ്പെട്ടടി ടീച്ചറെ. ഞങ്ങൾ അങ്ങോട്ട് വെക്കട്ടെ ടീച്ചറെ? എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നേ? ടീച്ചറെ, പാലുമുട്ടയും കുടിക്കാൻ പോണ കാര്യം പറയുന്നേ. ഞങ്ങള് എംപോസിഷൻ എഴുതിയോ? എഴുതാത്തവർ ആരും മുട്ടയും പാലും കുടിക്കാൻ ഇവിടെ പോകണ്ട. നീ ഒറ്റ ഒരിക്കലും ഞങ്ങളെ മുട്ടയും പാലും കളഞ്ഞത്. ആദ്യം എംപോസിഷൻ എഴുതിയിട്ട് ഇവിടുന്ന് മുട്ടയും പാലും കുടിക്കാൻ പോയാൽ മതി. എഴുതി കാണിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. ടീച്ചറെ, ഇപ്പൊ എത്ര എഴുതി താമസിക്കും ടീച്ചറെ. ഞങ്ങൾ കുടിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ എനർജി ആയിട്ട് എഴുതാൻ ടീച്ചറെ. ഉള്ള എനർജി മതി, ഈ എനർജിയിൽ എടുത്ത് എഴുതിയാൽ മതി. എന്താ അരുതി? അയ്യോ അല്ല ടീച്ചർ, ഞാൻ ഇങ്ങനെ ചൊറണ്ടിട്ട് പേന ഉണ്ടോ ചോദിച്ചതാ ടീച്ചർ. പേനയും കൊണ്ടുവരത്തില്ല, ബുക്കും കൊണ്ടുവരത്തില്ല, എംപോസിഷൻ എഴുതിയാൻ കൊണ്ടുവരത്തില്ല. എന്തിനാണോ ഇങ്ങോട്ട് കെട്ടി വിളിച്ച് വരണത്? ഇങ്ങോട്ട് 2 കൊമ്പും കെട്ടി ആടുന്ന കണക്ക്. നിങ്ങൾ എല്ലാരും വരണമെങ്കിൽ വന്നോ? ഞാൻ പോവാ. ഒരു അനുസരണയില്ലാത്ത പിള്ളേർ. ടീച്ചർ കൂടെ വരട്ടെ. അവരൊക്കെ മുട്ടയും പാലും കുടിക്കാൻ വേണ്ടി പോയി ടീച്ചർ. പോകരുതല്ലേ പറഞ്ഞത്? ഇപ്പോഴെന്തിനാ പോയത്? എല്ലാരും ഒരുമിച്ച് ഇറങ്ങി പോയി ടീച്ചർ. വരട്ടെ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. മോളെ ആരതി, നീ മുട്ടയും പാലും കഴിച്ചിട്ട് വാ. അതിന്റെ ബാക്കി പിള്ളേർ എല്ലാം ക്ലാസ്സിലോട്ട് വരാൻ പറ. ടീച്ചർ, എനിക്ക് നല്ല ചുമയായിട്ട് ഞാൻ പാല് കുടിക്കാറില്ല കുറച്ച് ദിവസത്തേക്ക്. ഓ ശരി, വരട്ടെ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഒരു അനുസരണയില്ലാത്ത പിള്ളേരായിട്ട് വരുന്ന നിനക്ക് എന്നെ തോപ്പിക്കാൻ പറ്റില്ല മക്കളെ. എന്റെ അമ്മേ, ടീച്ചർ ക്ലാസ്സിൽ കയറിയാന്തോ? പെട്ടെന്ന് വാടി ഇങ്ങോട്ട്. ആ ചെറുക്കന്മാർ എന്തെങ്കിലും കണ്ടില്ലല്ലോ. എന്റെ പഠിച്ചോനെ, ടീച്ചർ വന്നാ എന്തോ? ടീച്ചർ വന്നാ എന്താ? നമുക്ക് കുറച്ച് എനർജി കിട്ടില്ലേ മുട്ടയും പാലും കുടിച്ചപ്പോ? എടി, നമുക്ക് ഈ പീരീഡ് കട്ട് ചെയ്ത് കളഞ്ഞാലാ? നമുക്ക് ഇവിടെ ഗ്രൗണ്ടിൽ കിടന്ന് കളിച്ചിട്ട് അടുത്ത നെക്സ്റ്റ് പീരീഡ് കയറി പോയാലെന്ത്? എന്റെ പഠിച്ചോനെ, എനിക്ക് പേടിയാവണ്. നീ മിണ്ടാതിരിക്കൂ. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ, ക്ലാസ്സിൽ ടീച്ചർ ഉണ്ടാ നോക്കിട്ട് വരട്ടെ. ആരതി മാത്രം വന്നില്ലല്ലേ? ഓ, വന്നില്ലെങ്കിൽ അവളെ പാലും നമ്മള് കുടിച്ചേനാ. തരയില്ല, പോവേയില്ല. നിങ്ങളവിടെ നിൽക്കേ, ഞാൻ പോയി ടീച്ചർ ക്ലാസ്സിലുണ്ടോ നോക്കിട്ട് വരട്ടെ. ചിത്രേ, എനിക്ക് പേടിയായിട്ട് വയ്യാട്ടാ. ധൈര്യമായിട്ടില്ലടി. എടി സൽമാനെയോ ഖാദറിനെയൊന്നും കണ്ടില്ലല്ലോ കണ്ണനെയൊന്നും. ആ ചെറുക്കന്മാരുടെ കളിച്ച് നിൽക്കുകയാണ്. നമ്മൾ പറയാതെ പോയതിന് കുറെ കിട്ടും നമുക്കിന്ന്. ദൈവമേ, എടി ക്ലാസ്സിലത്തെ ടീച്ചർ ഇരിക്കുന്നു. എന്റെ ദൈവമേ, ഭയങ്കര കളിപ്പില്ല. ഒരേ കിടന്ന് കളിക്കുന്നുണ്ട് അത് കിടന്ന്. എടി, ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്യും? എന്റെ ദൈവമേ, പോവല്ലെന്ന് വിലക്കിട്ട് നമ്മൾ ഇറങ്ങി ധിക്കാരം കാണിച്ച് പോയതാ. ഈ ചെറുക്കന്മാർ ഇതുവരെ വന്നില്ലല്ലോ. പഠിച്ചോനി, എന്റെ അമ്മച്ചി എങ്ങാനെ വിളിക്കണ എന്താ? എനിക്ക് പേടിയാവണേ. പെണ്ണെ മോങ്ങാതെ
അമ്മായി എന്ന് വിളിക്കത്തില്ല. നമ്മൾ ക്ലാസ് കയറപ്പോ എന്താ ഒരു ഐഡിയ എനിക്ക് തോന്നുന്നില്ല. എന്റെ ദൈവമേ, എനിക്ക് പേടിയാവുന്നു. അവരെ കലിപ്പ് കണ്ടിട്ടൊന്നും നമ്മളൊന്ന് അരച്ചേറി കുടിക്കുന്ന കലിപ്പ് അത്രയും അവർക്കുണ്ട് കേട്ടാ. ഇന്ന് എംബോസ് ചങ്ങ എഴുതിയാ മതിയായിരുന്നു. ശരിയാ, എനിക്ക് പേടിയാവണം. ഈ പെണ്ണിന്റെ വായ ഒന്ന് പൊത്താരുമില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പാത്തുവിന്റെ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കാം. നീ പോയിട്ട് അവിടുത്തെ രീതിയിലൊക്കെ എങ്ങനെയൊന്ന് മനസ്സിലാക്കൂ പാത്തു. ആ ചെറുക്കന്മാരെയും കണ്ടില്ലല്ല, അല്ലെങ്കിൽ അവന്മാരെ കയറ്റി അങ്ങ് വിടായിരുന്നു. ആ വരണ എന്റെ ദൈവമേ, ടീച്ചർ വരണം തോന്നുന്നു. നീ ഇങ്ങോട്ട് നിൽക്കി, ടീച്ചർ വരെയല്ലേ? ഈ പെണ്ണ് ടീച്ചർ അല്ല, നമ്മുടെ ക്ലാസ്സിൽ ചെറുക്കന്മാര് പറഞ്ഞേ. എന്റെ ദൈവമേ, തേങ്ങ അടുപ്പിക്കാൻ വേണ്ടിട്ട് തുടക്കത്തിൽ പറഞ്ഞു ചെറുക്കന്മാരാണ് പറഞ്ഞതെന്ന്. ബെസ്റ്റ് ഐഡിയ ആണ്. ഫസ്റ്റ് ഇവന്മാരെ തന്നെ കയറ്റി അങ്ങോട്ട് വിട്ടു നോക്ക്. എടി, ടീച്ചർ കളിപ്പിൽ നിൽക്കുന്ന കാര്യം ഒരിക്കലും അമ്മാട്ടെ പറയണ്ടാട്ടാ. എന്നെ പഠിച്ചോനെ, എനിക്ക് പേടിയാവണീ. നിന്റെ വായിക്കത്തിന് ഇപ്പൊ നിന്റെ ഷോളിന് തന്നെ കുത്തിക്കയറ്റ് നോക്കിക്കോ. എടി പാത്തു, നീ ഒന്ന് കരയാൻ നിക്കേ. ആ ചെറുക്കന്മാർ അറിഞ്ഞ പിന്നെ ക്ലാസ്സിൽ കയറത്തില്ല. എല്ലാരും സന്തോഷത്തിൽ നിക്കേ. എടി, നിന്നെ പ്രത്യേകം പറഞ്ഞോ ചിരിക്കാൻ വേണ്ടിട്ട്. ശരിക്കും വേണ്ടേ അങ്ങോട്ടെ? ചിരിച്ചുകൊണ്ട് കാരണം ആദ്യമായിട്ട് കാണുകാനായി. എന്റെ വായി തുറന്നു പോവരുത്, മിണ്ടാതിരുന്നോളണം. പിള്ളേരെ, നിങ്ങൾ ക്ലാസ്സിൽ കയറിയില്ലേ ഇതുവരെ? അത് നമ്മൾ ക്ലാസ്സിൽ കയറിയില്ലടാ. ചേടാ, നമുക്കൊന്ന് കളിച്ചാലാ? ഒന്ന് പോടാ ചെറുക്ക. അടുത്ത നെക്സ്റ്റ് പീരീഡ് ടീച്ചർ വരും ക്ലാസ്. നിങ്ങൾ കയറി പോ ഫസ്റ്റ്. നമ്മളതെ ചിത്രയുടെ ചേച്ചി ചോറ് കൊണ്ടുവരാന്ന് പറഞ്ഞ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുക നമ്മള്. സൽമാനെ, കാതറി, പെട്ടെന്ന് വാ ഇങ്ങോട്ട്. പെട്ടെന്ന് കയറി പോടാ. പെമ്പിള്ളേരെ, നിങ്ങൾ ഇതിന് കയറി പോയില്ലേ? പിള്ളേരെ കയറി, നിങ്ങൾക്ക് ഫസ്റ്റ് കയറി. എന്റെ ചേച്ചി ചോറുണ്ടെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇവിടെ നിൽക്കുക. ചെറുക്ക സൽമാൻ ഇങ്ങോട്ട് വരുന്നുണ്ടാ? നീ എടി രുക്കു, നമുക്കൂടെ ഇവന്റെ പിറകെ പോയാലാടി. വെയിറ്റ് പാത്തു വരുന്നില്ലേ ക്ലാസ്സില്? ആദ്യം നിനക്കുള്ളത് പോയി വേടി, അപ്പൊ നമ്മള് വരാം. നിനക്കുള്ള പോയി മേടിക്കാനോ? എന്തോന്ന്? എന്റെ പഠിച്ചോനെ, എനിക്കൊന്നും മനസ്സിലാവില്ല. എന്തോന്ന് വാങ്ങിക്കാൻ നീ പറയുന്ന? അല്ലടാ, നമ്മൾ ചോറ് മേടിച്ചിട്ട് വരാന്ന് പറയായിരുന്നു. നീ കയറി പോടാ സൽമാനെ. അതെ, ചോറ് വാങ്ങിക്കണ കാര്യം പറഞ്ഞത്. പെമ്പിള്ളേര് പേടിപ്പിക്കാൻ നടക്കാണ് പെമ്പിള്ളേര്. ഞാനിവിടെ നിന്നാലാ? എടാ വട്ടത്തല, എങ്ങോട്ട് വാടാ. പെമ്പിള്ളേരെ കയറി നിൽക്കാൻ നിൽക്കണവൻ. ചുമ്മാ ചോദിച്ചല്ലേ വാടാ എങ്ങോട്ട്. പെണ്ണിന്റെ ഒരു കാര്യം എടുക്കൂ, നമുക്ക് നമ്മുടെ പിറകെ പോയാലാ? അപ്പൊ ഡോസ് ഒരുമിച്ച് കിട്ടുമല്ലോ. ശരിയാ, നീ വാ, പെട്ടെന്ന് വാ. എന്റെ ദൈവമേ, എനിക്ക് പേടിയാവുന്നു. എവിടെ പോയിരുന്നോ? ടീച്ചറെ, മുട്ടയും പാലും കുടിക്കാൻ വേണ്ടി പോയത് ടീച്ചറെ. എന്നിട്ട് ആരാ പറഞ്ഞത് മുട്ടയും പാലും കുടിക്കാൻ പോവേ? അല്ല ടീച്ചറെ, സാറ് വന്ന് വിളിച്ചപ്പോ അങ്ങ് പോയായിരുന്നു. നിങ്ങളടുത്ത് ആരാ പറഞ്ഞത് ഇവിടെ നിന്ന് പോകാൻ? ഞാൻ പോകരുതെന്നല്ലേ വിലക്കിയത്. എംബോസിഷൻ എഴുതാതെ ആരും മുട്ടയും പാലും കുടിക്കാൻ പോകരുത് ഞാൻ പറഞ്ഞതല്ലേ? അല്ല ടീച്ചർ, അപ്പൊ നമ്മളെ മുട്ടയും പാലും വേസ്റ്റ് ആവത്തില്ലേ? ഫുഡ് വേസ്റ്റ് ആക്കരുതെന്നല്ലേ പറയുന്നത്? ഓ, മഹതിയോട് എത്തി ആരും കിടക്കി. എന്റെ ക്ലാസ്സിൽ ആരും ഇരിക്കാൻ പറ്റില്ല. എംബോസ് എഴുതി തരാതെ എന്റെ ക്ലാസ്സിൽ ആരും ഇരിക്കണം. ഗെറ്റ് ഔട്ട് ദ ക്ലാസ്. വെളിയിറങ്ങി എംബോസ് എഴുതി കാണിച്ചിട്ട് എന്റെ അകത്ത് കയറിയാൽ മതി. ഒരു പീരീഡ് നിങ്ങൾ ഇതിനകത്ത് ഇരിക്കണ്ട. വെളിയിറങ്ങ. ആരും ഇരിക്കണ്ട. പ്രത്യേകിച്ച് ഞാൻ പറയാതെ നിങ്ങൾ മുട്ടയും പാലും കുടിക്കാൻ പോയേന്. ഇറങ്ങി ഗെറ്റ് ഔട്ട് ദ ക്ലാസ്. ടീച്ചർ, ഞങ്ങള് ഇന്റർവെൽ എഴുതിക്കൊണ്ട് തരാൻ ടീച്ചർ. സോറി ടീച്ചർ. നോ എക്സ്ക്യൂസ്. ഇറങ്ങ, വെളിയിലിറങ്ങ. എംബോസ് എഴുതിയിട്ട് എന്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. പെട്ടെന്ന് വന്ന് എഴുത്. 5 മിനിറ്റ് എഴുതി എനിക്ക് കാണിക്കേ. തൊള്ള സമ്മതിക്കൂല. ഇറങ്ങി പോളിയാങ്ങോട്ടങ്ങോട്ട്. ടീച്ചർ എല്ലാരും എഴുതി ടീച്ചർ. കളക്ട് ചെയ്തോണ്ട് വന്നു. കൊണ്ട് വാ ഇങ്ങോട്ട്. കേറി ഇരിക്കാൻ പറയല്ലേ അതിനെ? എല്ലാരും വരാൻ പറഞ്ഞു. കേറി ഇരിക്കണോ ക്ലാസ്സിലെ? നിങ്ങളെ ബെഞ്ച് എന്തോ ചെയ്ത്? അതാ ഞാനും തപ്പുന്നേ. കളിക്കുന്നേ? അല്ല ടീച്ചർ, ഞങ്ങളെ ബെഞ്ചും ഡെസ്ക് ഒന്നും കാണാനില്ല. തറയിലിരുന്നാ മതി. ഞാൻ തന്നെ എടുത്ത് മാറ്റിയത്. തറയിരിക്കും അങ്ങോട്ട്. എന്റെ അനുവാദമില്ല. നിങ്ങൾ പുറത്ത് പോയതിനുള്ള ശിക്ഷയാണത്. ഗേൾസ് ആരും ഇരിക്കണ്ട, എല്ലാവരും നിന്നാ മതി. ബോയ്സ് ഇരിക്കണ്ട, നിന്നാ മതി. എടി ആരതി, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. നീ സുഖമായിട്ട് ഇരുന്നോ? നിന്റെ മൂലത്തിൽ ഞാൻ ആണി അടിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നാളെ ഈ ചാപ്റ്റർ തന്നെ പിന്നെ എക്സാം ഇടുന്നതായിരിക്കും. ആരെങ്കിലും തോറ്റാ അപ്പോഴാണ് ഇരിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന്. നമുക്ക് SS പഠിക്കാം. ടീച്ചർ ഇരുന്നോട്ടെ. ടീച്ചർ ഇരിക്കണോ തനിക്ക്? ഒരു കാര്യം ചെയ്യാൻ മാത്രം ഈ കസര ഒന്നിരിക്കും. വേണ്ട ടീച്ചർ, ഇവിടെ നിന്നോളാം. മിണ്ടോണ്ടിരിക്കട്ടെ പെണ്ണേ, ഒരു കോണം നിനക്ക് അറിഞ്ഞൂടെ? അപ്പോൾ നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് പഠിച്ചു നിർത്തിയത്? മഴയെക്കുറിച്ചല്ലേ പഠിച്ചു നിർത്തിയത്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എവിടാ ഇന്നലെ പഠിപ്പിച്ചതേ ഓർമ്മ. പിന്നെ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് എന്തോന്ന് ക്ലാസ് ആണെന്നിട്ട് എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ ഒരു ബാച്ചിനെ ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല.
അപ്പൊ മഴ എവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാവോ? ടീച്ചർ ഞാൻ പറയട്ടെ ടീച്ചർ, പറഞ്ഞു തൊലയ്ക്ക് അങ്ങോട്ട്. ഭയങ്കര പഠിപ്പിച്ചിട്ട് പഠിക്കാൻ വേണ്ടി വരുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി എല്ലാ കളിയും ചിരിയും തമാശയും കറങ്ങലും നടക്കണങ്ങ്. ആരത്തേക്ക് മനസ്സിലായില്ലേ കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ പഠിപ്പിച്ചത്? മനസ്സിലായി ടീച്ചർ, മനസ്സിലായി ടീച്ചർ. ചിത്ര പറയോ, എവിടെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം എവിടെയാണ്? അത് മഴ പെയ്യണത് നമ്മളെ വീട്ടിലൊക്കെ നല്ല മഴയാണ് ടീച്ചർ. വീട്ടിലൊക്കെ മഴയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശം എവിടെയാണെന്ന് പറയടോ. ചുക്കോ പറയേ. ടീച്ചർ ഞങ്ങളെ വീടിന്റെ അടുക്കള ഭാഗത്തൊക്കെ നല്ല മഴയാണ് ടീച്ചർ. അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല ടീച്ചർ, ഫുൾ വെള്ളം വന്ന് അടുക്കളക്കകത്ത് വീഴും. പെണ്ണിന് പടി കിട്ടണ എന്താണ് പറയുന്നേ? ഇതാണ് തന്നെ പഠിപ്പിച്ചത് മഴയെ കുറിച്ച്. അല്ലാതെ മഴ പിന്നെ കടയിലൊക്കെ പോകുമ്പോ നല്ല മഴ പെയ്യണ കണ്ടിട്ടുണ്ട് ടീച്ചർ. നമ്മളെ ജംഗ്ഷനിലൊക്കെ നല്ല മഴയാണ് ടീച്ചർ. മൗത്ത് അറിയണില്ല, എന്തെങ്കിലും വട്ടത്തിനെ പിടിച്ചൊക്കെ പറഞ്ഞോളൂ. ടീച്ചറിന് ഡാൻസ് പറഞ്ഞാൽ കുറ്റം തന്നെ. അതേടി ടെക്സ്റ്റ് എടുത്ത് വായിക്കണമല്ലാണോ? ഞാൻ ഇപ്പൊ ചോദ്യം ചോദിക്കും. മേ കമ്മിങ് ടീച്ചർ? യെസ് സാർ. ആരാ വന്നിരിക്കുന്നേ? എന്താ സാർ? ആ ടീച്ചറെ, നമ്മളെ സ്കൂളിൽ നിന്ന് അടുത്ത മാസം 25-ാം തീയതി ടൂർ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് ഓഫീസ് റൂമിൽ ഏൽപ്പിക്കണേ ടീച്ചറെ. ഇന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി എച്ച് പറഞ്ഞായിരുന്നു. എങ്കിലേ ബസ്സൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ സാർ. മാമ വളരെ നന്ദിയുണ്ട് മാമ. വണ്ടർലേ പോയാൽ മതി മാമ. നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകാം കേട്ടാ. എവിടെ ആയിരിക്കും ടൂർ പോണത്? എവിടെ ആയാലും എന്താ, മര്യാദയ്ക്ക് നിങ്ങളെ കൂടെ വന്നോളണം. എന്താണ് അവിടെ വർത്താനം? അല്ല, ടൂർ എവിടെയാണെന്ന് ചോദിച്ചതാ ടീച്ചർ. ഇതൊക്കെയാണല്ലോ ഉത്സാഹം. ടൂറ്, പാട്ട്, കൂത്ത്, ബഹളം, പഠിക്കുന്ന കാര്യം അതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. ടൂർ ആരൊക്കെ പോകുന്നുണ്ടേ? ഓ എല്ലാണോ ഉണ്ടല്ലോ. പഠിക്കാൻ മാത്രം ഒരു കഴിവുമില്ല നിനക്കൊക്കെ. നാളെ വരുമ്പോ പാരന്റ്സിന് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചോണ്ട് വരണം. ടീച്ചർ എവിടെയാ പോണേ ടീച്ചർ? വണ്ടർലയിലേക്കാ പോകുന്നേ. ഈ സമയത്ത് കണ്ടൂടെ? ആദ്യം വേണ്ട ബഹുമാനമാണ്. ഇതാരടി കണി കണ്ടോണ്ട് വന്നത്? നാളെ ഇവിടെ എക്സാം ആണ്. തോറ്റവരാരെയും അവിടുത്തെ ടൂറിന് പറഞ്ഞയക്കത്തില്ല. നിങ്ങൾ അമ്മമാരെ ഞാൻ വിളിച്ച് പറയും വിടണ്ടാന്ന്. ഓക്കെ, നാളെ പഠിക്കാൻ ഒറ്റയാണ് ഇങ്ങോട്ട് വന്നോ വരത്.